NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ ബി ഗണേഷ് കുമാർ. മന്നത്ത് ആചാര്യൻ ഉണ്ടാക്കിയെടുത്ത മഹാപ്രസ്ഥാനത്തിൽ നിന്ന് ഏകാധിപത്യമാണ്. ഇത്തിൽ കണ്ണികൾക്ക് വേണ്ടി നായർ സമുദായാംഗങ്ങൾ തെരുവിൽ ഇറങ്ങരുത്. മന്നത്ത് ആചാര്യന്റെ സ്മൃതി മണ്ഡപം വിശ്വാസികൾക്ക് തുറന്നു നൽകണം. ഒറ്റ രാത്രിയിൽ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് എന്തിന് കോടികൾ പിൻവലിച്ചുവെന്ന് നേതൃത്വം വ്യക്തമാക്കണം. സമദൂര സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തതാണ് തന്നെ പുറത്താക്കാൻ കാരണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഞാൻ NSS പ്രതിനിധിസഭാ അംഗമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ്, അല്ല ഓടലക്കി വന്നതാണല്ല. ഞാൻ NSS താലൂക്കിന് പ്രസിഡന്റ് ആയത് ഇലക്ഷനിലൂടെയാണ്. ഇത്തിക്കണ്ണിയെ പോലും നമുക്ക് പറിച്ചു കളയാം. ഇതങ്ങനെയല്ല. ഇതിൽ കടന്നു കയറി ഈ മഹാപ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് NSSന്റെ സർവ്വ താലൂക്കുകളിൽ കിടന്ന പണം ഒറ്റ ദിവസം കൊണ്ട്, ഞാനിത് പറയുന്നത് പരിശോധിക്കാം, രേഖകൾ പരിശോധിക്കാം. ധനലക്ഷ്മി ബാങ്കിന്റെ ശാഖകളിൽ കിടന്ന കോടിക്കണക്കിന് രൂപ NSSന്റെ താലൂക്കുകളിനെ കൊണ്ട് പിൻവലിപ്പിച്ച് വേറെ ബാങ്കുകളിൽ, ഏത് ബാങ്കിലും ഇട്ടോളാം വലിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട്. ധനലക്ഷ്മി ബാങ്കിന് എന്തിന് ഒറ്റ ദിവസം കൊണ്ട് പണം വലിച്ചു? കോടിക്കണക്കിന് രൂപ. മന്നത്ത് ആചാര്യൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ചട്ടമ്പി സ്വാമിയെ അദ്ദേഹത്തിന്റെ ഗുരുവായി സ്വീകരിച്ചു, നായർ സമുദായത്തിന്റെ ഗുരുവായി. ആ ചട്ടമ്പി സ്വാമി തിരുവടികളെ അവഗണിക്കുന്ന ഒരാളാണ് NSSന്റെ തലപ്പത്ത്. ആരാണ് ചട്ടമ്പി സ്വാമി? ചട്ടമ്പി സ്വാമി തിരുവനന്തപുരത്തുള്ള ഏതോ ചട്ടമ്പിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഊച്ചാളി പീസുകാർക്ക് അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. NSSുമായുള്ള തർക്കത്തെ തുടർന്ന് കെ ബി ഗണേഷ് കുമാർ പങ്കെടുത്ത ഇന്നത്തെ പരിപാടിക്ക് വേദി നിഷേധിച്ചിരുന്നു. ആഷിൻ ഡിയാഗോയാണ് ചേരുന്നത്. ആഷിൻ, ആ അകലം എന്ത് എന്നത് കൃത്യമായി മനസ്സിലാവുകയാണ്. ഗണേഷ് കുമാർ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനം ഉയർത്തുന്നു. മാത്രമല്ല ചില ആരോപണങ്ങൾ കൂടി ഉയർത്തുകയാണ്. ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് എന്തിന് കോടികൾ പിൻവലിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൂടി ഉയർത്തുന്നുണ്ടല്ലേ? വിനിത, തീർച്ചയായും അതിരൂക്ഷമായ വിമർശനമാണ് കെ ബി ഗണേഷ് കുമാർ ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല പലതരത്തിൽ അദ്ദേഹം ഈ ചേഷ്ടകളടക്കം ഈ വേദിയിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NSSൽ ഇന്ന് നടക്കുന്നത് ഏകാധിപത്യമാണ്. ഈ ഏകാധിപതികളെ പുറത്താക്കാൻ വേണ്ടി നായർ സമുദായം ഒന്നിച്ച് കൂടി നിൽക്കണം, ഗാന്ധി സ്വീകരിച്ചിട്ടുള്ള സമരമുറകൾ സ്വീകരിക്കണം എന്നടക്കമുള്ള ഒരു സമരവേദി കൂടിയാക്കുകയായിരുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ നായർ സമുദായം ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ ഏകാധിപതികൾ പുറത്തേക്കാക്കണം എന്നൊരു ആഹ്വാനം കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ളത്. ഇതിന് ആധാരം ഇന്ന് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്, അതായത് ഒരു പുസ്തക പ്രകാശനമാണ്. ഈ നായർ സംരക്ഷണ സമിതിയുടെ ഒരു പുസ്തക പ്രകാശനമുണ്ട്. ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ, ഈ NSS നേതൃത്വത്തിനെതിരെയുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പ്രകാശനം ആദ്യം നിശ്ചയിച്ചിരുന്നത് മന്നം ക്ലബ്ബിലായിരുന്നു. പക്ഷേ അതിന് ഈ വേദി അത് നൽകിയിരുന്നില്ല NSS എന്നുള്ളതാണ്. അതിനുശേഷമാണ് അത് പ്രസ് ക്ലബ്ബിലേക്ക് പരിപാടി മാറ്റുന്നത്. അതിൽ കൂടിയാണ് അദ്ദേഹം ഈ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. അതിരൂക്ഷമായ വിമർശനമാണ്. ചട്ടമ്പി സ്വാമി ആരാണ് എന്നറിയാത്ത ഒരാളാണ് NSSന്റെ തലപ്പത്തുള്ളത്. തിരുവനന്തപുരത്തുള്ള ഏതൊരു ചട്ടമ്പിയാണ് ചട്ടമ്പി സ്വാമികൾ എന്നുള്ളതാണ് ഈ ഊച്ചാളി പീസിന്റെ നിഗമനം എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് കെ ബി ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും കൂടി ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് കോടികൾ മറ്റു ബാങ്കുകളിലേക്ക് മാറ്റിയത് എന്തിന് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഈ നിയമ പോരാട്ടങ്ങൾ അതൊരു ഭാഗത്ത് തന്നെ നടക്കട്ടെ, അതേസമയം തന്നെ ഈ ചട്ടമ്പി സ്വാമികളുടെ ഈ മന്നത്ത് ആചാര്യന്റെ സ്മൃതി മണ്ഡപം അത് ഭക്തർക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് തുറന്നു നൽകണം എന്നൊരു ആഹ്വാനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ഇപ്പോൾ മറ്റ് ആചാര്യന്മാർ, ശ്രീനാരായണ ഗുരുവിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ തന്നെ ശബരിമലയിലേക്കാണെങ്കിൽ പോലും പ്രസിഡന്റ് അടക്കമുള്ളവർ എത്തുന്നു. എന്തുകൊണ്ട് ആരും ഈ സ്മൃതി മണ്ഡപത്തിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അവരെ എത്തിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇന്ന് ഈ NSSൽ പടർന്നു നിൽക്കുന്ന ഇത്തിൽ കണ്ണികളെ പറിച്ചെറിയാൻ അത് സമുദായം അതിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. താൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് തന്നെ അതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ളത്. തന്റെ പിതാവ് ഒരാൾക്ക് പോലും ഇതുവരെ NSSൽ ജോലി നൽകിയിട്ടില്ല. അതേസമയം തന്നെ ഒരു കുടുംബത്തിലെ 43 പേർക്കാണ് ഇത്തരത്തിൽ ഈ സമുദായത്തിൽ ജോലി വാങ്ങി നൽകിയിട്ടുള്ളത് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ബി ഗണേഷ് കുമാർ ഉയർത്തുന്നത്. ആഷിൻ ഡിയാഗോ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.